പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദു ആദർശിനോടും നയനയോടുമായിട്ടും പറഞ്ഞായിരുന്നു, ആ മാല പോയ കേസ് നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്യണം, എനിക്കൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയത്തില്ല, നന്ദു വന്ന അനാമികയുടെ അച്ഛനെ വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ അനാമിക പൊട്ടിത്തെറിക്കുക. അനാമിക പറയുവാണ്, ആദ്യം അവളുടെ കൂട്ടുകാരെയും കൊണ്ട് വീട്ടിൽ വന്ന് അച്ഛനും അമ്മയും തല്ലി ചതച്ചു. ഇപ്പം അച്ഛനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് സ്റ്റേഷനിലോട്ട്. വല്ല കള്ളക്കേസും അച്ഛൻ്റെ തലയെ കെട്ടിവെക്കാൻ വേണ്ടി തന്നെയായിരിക്കും. ഇത് അവൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ അനാമിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ജലജയോടും ജാനകിയോടും ഒക്കെ തന്നെയായിരിക്കും ഇതൊക്കെ പറയുന്നത്. പിന്നീട് സ്റ്റേഷനിലോട്ട് എത്തുന്ന ആദർശിനെയും നയനെയാണ് കാണിക്കുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഒരിക്കലും അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരാൻ യോഗ്യതയില്ലാത്ത ഒരു മരുമകളാണ് അനാമിക. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ അച്ഛനും അമ്മയും തെറ്റുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം അവൾക്കും കിട്ടും. അതുകൊണ്ട് തെറ്റ് പറയാൻ പറ്റിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് കേസ് എന്നറിയില്ല. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.